വോട്ടുകളയിൽ BJPക്കെതിരെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ പ്രതിഷേധം കനക്കുന്നു. ഇന്ത്യ സഖ്യ പാർട്ടികൾ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. ബീഹാറിൽ വോട്ടർ പട്ടികയിലുള്ള 124 വയസ്സുകാരിയായ കന്നി വോട്ടർ മിൻഡാദേവിയുടെ ടീഷർട്ട് ധരിച്ചായിരുന്നു പ്രതിഷേധം. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, ഇന്ന് പാർലമെന്റിൽ എന്താണ് നടക്കുന്നത്? ഹലോ സുമോദ്, കേൾക്കുന്നുണ്ടോ? സുമോദ്, എന്താണ് പാർലമെന്റിൽ നടക്കുന്നത്? 11 മണിക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അരങ്ങേറിയത്. അതായത് ബീഹാറിലെ വോട്ടർ പട്ടികയിലെ വലിയ തരത്തിലുള്ള ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചകൾ മുഴുവനും സമരം ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് മോഷണത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു നടപടികളാണെന്നും അതിന്റെ പ്രതിഷേധമാണ് പാർലമെന്റിൽ നടത്തിയത്. മാത്രമല്ല, ബീഹാറിലെ ഒരു മിൻഡാ ദേവി എന്ന വോട്ടർ 124 വയസ്സാണ് അവർക്കുള്ളത്. അവർ കന്നി വോട്ടറായിട്ടാണ് അവരുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അതിനോട് പരിഹസിച്ചുകൊണ്ട് അവരുടെ ടീഷർട്ട് ധരിച്ചുകൊണ്ട്, അതായത് മിൻഡാ ദേവി എന്ന ടീഷർട്ടിന്റെ മുൻഭാഗത്തും പിൻഭാഗത്തും നോട്ട് ഔട്ട് 124 എന്ന് എഴുതി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരാണ് ഇത് പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നത്. അങ്ങനെ പാർലമെന്റ് നടപടികൾ 11 മണിക്ക് ആരംഭിച്ചപ്പോൾ തന്നെ ഇരു സഭകളിലും പ്രക്ഷുബ്ധമായിരുന്നു. തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ പാർലമെന്റ് നടപടിക്രമങ്ങൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്റ് നടപടിക്രമങ്ങളുടെ ആദ്യ ഭാഗമായിട്ട് തന്നെ 12 മണിക്ക് ആരംഭിച്ചപ്പോൾ ഇംപീച്ച്മെന്റ് മോഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പാർലമെന്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സ്പീക്കർ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളുടെ തുടക്കമായിരിക്കുകയാണ്. ഈ അഴിമതി പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് നോട്ടുകെട്ടുകൾ പാതി കത്തിയ നിലയിൽ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത്. അങ്ങനെ ഒരാളെ ഒരു ജഡ്ജിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് തുടക്കം ആയിരിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതി ഒരു 3-അംഗ സമിതിയെ വെച്ചതിന് ശേഷം ആ 3-അംഗ സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റക്കാരനായിട്ട് തന്നെയാണ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഈ കണ്ടെത്തലിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ യശ്വന്ത് വർമ്മ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി യശ്വന്ത് വർമ്മയുടെ ഹർജി തള്ളിയതിന്റെ അടുത്ത ആഴ്ചയാണ് ഇപ്പോൾ പാർലമെന്റിൽ അദ്ദേഹത്തിന് ഇംപീച്ച് നടപടികൾക്കുള്ള തുടക്കം ഇപ്പോൾ ആയിരിക്കുന്നത്.